കോൺഗ്രസിന്റെ യുവജനമുഖവും പാലക്കാട് മണ്ഡലത്തിലെ പ്രതിനിധിയുമായ MLA രാഹുൽ മാങ്കൂട്ടത്തിനെ ചുറ്റിപ്പറ്റി ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുകയാണ്. ആരോപണങ്ങൾ പുറത്തു വന്നതോടെ കോൺഗ്രസ് കടുത്ത നടപടി സ്വീകരിച്ചത് രാഹുലിന്റെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇതോടെ പാർട്ടിയിലെ സ്ഥാനങ്ങൾക്ക് പുറമെ പാർലമെന്ററി പാർട്ടിയിലുള്ള അംഗത്വവും നഷ്ടപ്പെട്ടു. രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് അദ്ദേഹം തന്നെ വിശദീകരിക്കണം എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. വ്യക്തിപരമായ വിഷയമല്ല, പാർട്ടിയുടെ പൊതുപ്രതിച്ഛായയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ആരോപണങ്ങളിൽ ഗൂഢാലോചന ഉണ്ടെന്നും തനിക്കെതിരായ നീക്കങ്ങൾ രാഷ്ട്രീയപരമാണെന്നും രാഹുൽ പാർട്ടി നേതാക്കളോട് അറിയിച്ചു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ലൈംഗിക ആരോപണങ്ങളാണ് വിവാദത്തിന് തുടക്കം കുറിച്ചത്. യുവതിയോട് മോശമായ പെരുമാറ്റം നടത്തിയെന്നാരോപിച്ച് ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതോടെ വിഷയം വൻ വിവാദമായി മാറി. തുടർന്ന് ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തിയെന്നാരോപിച്ചും ചില വാർത്തകൾ പുറത്തു വന്നു. രാഹുൽ ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുകയും എന്നെ ലക്ഷ്യമിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സത്യാവസ്ഥ ഞാൻ പൊതുവേദിയിൽ തന്നെ വ്യക്തമാക്കും എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ആരോപണങ്ങൾ പുറത്തു വന്ന ഉടൻ തന്നെ സംസ്ഥാനവും ദേശീയ തലങ്ങളിലും കോൺഗ്രസ് നേതൃനിലപാട് ഉറച്ചതായിരുന്നു. പാർട്ടിയുടെ പൊതുപ്രതിച്ഛായ സംരക്ഷിക്കാനായി ഹൈക്കമാൻഡ് ഇടപെട്ട് രാഹുലിനെ പാർട്ടി പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചത്. പാർട്ടിക്ക് മേലായുള്ള ആരോപണങ്ങൾക്ക് മുന്നിൽ നിൽക്കാനാവില്ല, ജനങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസിന് വിശ്വസ്തത പുലർത്തണം എന്നും VD സതീശൻ പറഞ്ഞു. കോൺഗ്രസിന്റെ നടപടി പോരെന്നും രാഹുൽ MLA സ്ഥാനത്ത് നിന്നും രാജിവെക്കണമെന്നാണ് CPM-ഉം BJP-യും ആവർത്തിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടാത്ത നേതാവിനെ പാലക്കാട്ടെ ജനങ്ങൾ എന്തിനാണ് സഹിക്കേണ്ടത് എന്നാണ് CPM നേതൃത്വം ചോദിക്കുന്നത്. കോൺഗ്രസിന്റെ നടപടിക്ക് പിന്നാലെ രാഹുൽ പാർട്ടിയോട് അറിയിച്ചത് ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. പൊതുജനങ്ങളോട് ഞാൻ വിശദീകരണം നൽകും. എന്റെ രാഷ്ട്രീയ ജീവിതം തകർക്കാനുള്ള ശ്രമം വിജയിക്കില്ല. എങ്കിലും പാർട്ടി തീരുമാനം അംഗീകരിക്കേണ്ടി വരുമെന്ന് സന്ദേശം ഹൈക്കമാൻഡ് വ്യക്തമായി രാഹുലിനെ അറിയിച്ചു. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ രാഹുലിനെതിരെ കോൺഗ്രസ് സ്വീകരിച്ച നടപടി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പുതുവഴികൾ തുറക്കുന്നു. ഔദ്യോഗിക പരാതി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു MLA സസ്പെൻഡ് ചെയ്തത് രാഷ്ട്രീയ ചരിത്രത്തിൽ അപൂർവമാണ്. കോൺഗ്രസിന്റെ ജനപക്ഷ പ്രതിച്ഛായ സംരക്ഷിക്കാനായുള്ള ശക്തമായ നീക്കമായി ഇത് വിലയിരുത്തപ്പെടുന്നു. അതേസമയം പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന രാജി നൽകാത്തതിനാൽ വിവാദം തുടരാനുള്ള സാധ്യതയുമുണ്ട്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തെ ചുറ്റിപ്പറ്റിയ വിവാദം കേരള രാഷ്ട്രീയത്തിൽ തരംഗമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ജനപക്ഷ പ്രതിച്ഛായ നിലനിർത്താനും ഐക്യം ഉറപ്പിക്കാനുമുള്ള നീക്കമായാണ് സസ്പെൻഷൻ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ CPM-ന്റെയും BJP-യുടെയും ആക്രമണങ്ങൾ തുടരുന്നതോടെ വിവാദം രാഷ്ട്രീയ പോരാട്ടത്തിന്റെ പ്രധാന ആയുധമായി മാറുകയാണ്. അടുത്ത ദിവസങ്ങളിൽ രാഹുലിന്റെ പൊതുവിശദീകരണവും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന ആശങ്കയും രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കുമെന്നതാണ് പൊതുവായ വിലയിരുത്തൽ.